വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ നിങ്ങളത് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കിയാലോ. നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അകാല നിര തടയാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും മുടിയിൽ ഈർപ്പം നിലനിർത്താനും മുടിക്ക് നല്ല ബലം നൽകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് പാൽ. അപ്പോൾ അത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പാൽ നമ്മൾ ചേർക്കുന്നത് മൂലം ഇരട്ടി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ഉണക്ക നെല്ലിക്ക പൊടിച്ചതുണ്ടെങ്കിലും അതുപോലെ തന്നെ മൈലാഞ്ചിയിൽ ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായത് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ തലയിൽ തേക്കാനുള്ള ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഡൈ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇരുമ്പ് പാനിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിയിൽ അടങ്ങിയിട്ടുള്ള ഫെറിക് ഓക്സൈഡും കൂടെ ഇതിലേക്ക് നന്നായിട്ട് കളർന്നിട്ട് നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് ഈ ഡൈ റെഡി ആയി കിട്ടും കേട്ടോ. യാതൊരുവിധ കെമിക്കൽസും ഇല്ലാതെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുത്ത് പിറ്റേ ദിവസമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് നമുക്ക് ഡാർക്കായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഡൈ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു 1 വീക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുടിയിലും തലയോട്ടിയിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് കഴുകിക്കളയാം. സോപ്പോ ഷാമ്പോ ഉപയോഗിക്കരുത്. ഇതുപോലെ മാസത്തിൽ നമ്മളൊരു 2-3 തവണ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ തന്നെ മുടി നന്നായിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സ് നമ്മൾ തേച്ച് കൊടുത്തിട്ട് മുടി വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രൗൺ കളർ ഷെയ്ഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നന്നായിട്ട് ബ്ലാക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നീലാമരി പൊടിയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നീലാമരി ചേർത്ത് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ തേച്ച് വെക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് കുറേ സമയം വെച്ചിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യരുത്. അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ നീലാമരി നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ മുടി വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലായിരിക്കും ഇരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ഒരു നീലാമരി ചേർത്ത് ഒരു അരമണിക്കൂർ വെച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ട് നമുക്ക് മുടി കിട്ടുന്നതായിരിക്കും. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ നോമ്പിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് ചിക്കനും ഒരു കിഴങ്ങ് നന്നായിട്ട് ക്ലീൻ ചെയ്തതും കൂടെ കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുത്തപ്പോൾ കുറച്ച് മിക്സി ജാറിൽ ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്ത മിക്സ് ആണ് കേട്ടോ. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഒരു ക്യാരറ്റ് കുനുകുന അരിഞ്ഞത്, സവാള ഒരു വലുത് ഞാൻ എടുത്തിട്ടുണ്ട്, ചിക്കൻ ഒന്ന് വേവിച്ച് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ മോമോസ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. അതിനൊരു സോസും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ മോമോസ് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് സോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് നമ്മൾ വല്ലാണ്ട് അങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് പോകാൻ മാത്രം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ തന്നെ കുറച്ച് ബിരിയാണി മസാല എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ള കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത്രയുള്ള പൊടികളൊക്കെ ഇത്ര ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കിഴങ്ങും ക്യാരറ്റും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഓൾറെഡി കിഴങ്ങ് വേവിച്ച് വെച്ചതാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ ക്യാരറ്റ് നമ്മൾ കുനുകുന അരിഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കില്ല, ആ സമയത്ത് നന്നായിട്ട് വെന്ത് വരും. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മൈദ ഞാൻ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരുന്നു. വളരെ തിന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള ഒരു മോൾഡിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ മസാല കുറച്ചിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മോമോസ് ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മോമോസിൻ്റെ ഷേപ്പില്ലേ ആ രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. തിന്നായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വായിലിടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഗോതമ്പ് മാവും ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും. മൈദമാവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിമാവ് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ല ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഞാൻ ആ മോൾഡിൽ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിരുന്നു. പെട്ടെന്ന് നമുക്ക് ആ മോൾഡിൽ നിന്നും ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. മോൾഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൈ വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്തും നല്ല തിന്നായിട്ടും നല്ല ഷേപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ലൈവായിട്ട് ഞാനിവിടെ കുറേ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോൾഡാണ്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ മോമോസൊക്കെ ഏകദേശം എല്ലാം റെഡിയായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഇഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് അതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇടിയപ്പം ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതിലേക്കാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ആ മാവുള്ളത്. ഞാൻ ഇതുപോലെ മോമോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. 10 മിനിറ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ മോമോസ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഡ്രൈ ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുട്ടികൾക്ക് കഴിക്കുന്നുണ്ട് ഒന്ന് മാത്രം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനീഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മോമോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായല്ലോ എന്ന് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മളുടെ ഫേവറേറ്റ് ഡ്രസ്സിലൊക്കെ ഇതുപോലുള്ള കളറൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അത് പിന്നെ എത്ര തന്നെ നമ്മൾ കഴുകിയാലും അത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. ഇതുപോലുള്ള വൈറ്റ് ഡ്രസ്സ് ആണെങ്കിൽ പറയുകയും വേണ്ട. എന്നാൽ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആലം സ്റ്റോൺ ആണ് കേട്ടോ. വളരെ വിലക്കുറവിൽ ഏത് ഷോപ്പിലും നമുക്കിത് അവൈലബിൾ ആണ്. പണ്ട് കാലം മുതൽ തന്നെ ഇത് ചർമ്മ സംരക്ഷണത്തിനും വിയർപ്പുനാറ്റം മാറ്റാനും വെള്ളം ശുദ്ധീകരിക്കാനും വായിലെ അൾസർ മാറ്റുന്നതിനും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്നു. ഇത് ആന്റിസെപ്റ്റിക് മൈക്രോബിയൽ ഗുണങ്ങളുള്ള നല്ലൊരു അങ്ങാടി മരുന്നാണ്. മുറുകക്കുരു കുറയ്ക്കാനും വിണ്ടുകീറിയ കുതികാൽ ഭേദമാക്കാനും ഷേവിങ്ങിന് ശേഷമുള്ള അസ്വസ്ഥതകൾ മാറ്റാനും ഒക്കെ പണ്ട് കാലം മുതൽ തന്നെ എല്ലാവരും ഉപയോഗിച്ചു വരുന്നു. മാത്രമല്ല നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ആലം സ്റ്റോൺ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കളർ ഇളകിയിട്ടുണ്ട്. എത്ര തന്നെ ഉരച്ചാലും ഇത് പോകുന്നില്ല. ഇനി അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. വെള്ള വസ്ത്രത്തിലായാലും അതുപോലെ തന്നെ കളർ ഡ്രസ്സിലായാലും നമുക്ക് ഈ ആലൻ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് കളറൊക്കെ കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിലൊന്ന് ക്ലീൻ ആക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ ആ കളറൊക്കെ നന്നായിട്ട് മങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ. കുറച്ച് സമയം തിളപ്പിച്ചെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് കറകളൊക്കെ പോയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഒരു ആലം സ്റ്റോണിൽ ഇട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ വെള്ള വസ്ത്രങ്ങൾക്കൊക്കെ നല്ലൊരു കളറും കൂടെ കിട്ടുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് നമുക്കിവിടെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സിൽ ഇതുപോലുള്ള കറകളും കളറുകളൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു വ്യൂവും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നിങ്ങളുടെ അടുത്ത് ആലം സ്റ്റോൺ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് കാസ്റ്റിക് സോഡ ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിലൊക്കെ ആവാതെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.